ബിഗ് ബോസ് മലയാളം സീസൺ 5 ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കുകളിൽ ഇതുവരെ ഓരോ കണ്ടസ്റ്റൻസിനും ലഭിച്ചിട്ടുള്ള പോയിന്റുകൾ എത്രയാണ് എന്നുള്ളതാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അതേപോലെ തന്നെ ഓരോരുത്തരും ഏതൊക്കെ സ്ഥാനത്താണ് നിൽക്കുന്നത്. അതായത് 10 പേരാണ് ഇപ്പോൾ ഈ ടാസ്കിൽ മത്സരിച്ചിട്ടുള്ളത്, ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കിന് വേണ്ടി മത്സരിച്ചിട്ടുള്ളത്. ഈ 10 പേരിൽ ആരൊക്കെ ഏതൊക്കെ സ്ഥാനങ്ങളിലാണ് നിൽക്കുന്നത്, അവർക്ക് ഓരോ ഗെയിമിലും ഏത് സ്ഥാനത്താണ് എത്തിയത്, അത് എത്ര പോയിന്റ് വീതമാണ് ലഭിച്ചത് എന്നുള്ളതാണ് നോക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഇപ്പോൾ മൊത്തം 6 ടാസ്കുകൾ കഴിഞ്ഞു. ഈ 6 ടാസ്കുകളിൽ ഏറ്റവും അവസാനത്ത് നമുക്ക് തുടങ്ങാം. ഏറ്റവും അവസാനത്ത് നിൽക്കുന്ന ആളിൽ നിന്ന് മുകളിലേക്ക് വരാം. ഏറ്റവും അവസാനം 18 പോയിന്റുമായിട്ട് ഷിജു ആണ് കേട്ടോ. ഷിജുവിന് 18 പോയിൻ്റാണ്. ആദ്യത്തെ ടാസ്കിൽ, അതായത് പിടിവള്ളി ടാസ്കിൽ ഷിജുവിന് ലഭിച്ചത് 4 പോയിൻ്റാണ്. ഈ 4 പോയിന്റിന് ശേഷം അടുത്ത രണ്ടാമത്തെ ടാസ്കിൽ ലഭിച്ചത് 2 പോയിൻ്റാണ്. അതായത് നമ്മുടെ കുതിരപ്പന്തയം ടാസ്കിൽ 2 പോയിൻ്റാണ് ലഭിച്ചത്. അതിന് ശേഷമുള്ള ടാസ്കിൽ 7 പോയിൻ്റ്, അതിനുശേഷം 1 പോയിൻ്റ്, പിന്നെ 3 പോയിൻ്റ്. ലാസ്റ്റിൽ ആ കാർ ടാസ്കിൽ ആദ്യം പുറത്തേക്ക് ഇറങ്ങി പോകേണ്ടി വന്നതുകൊണ്ട് 1 പോയിൻ്റ്. അങ്ങനെ മൊത്തം 18 പോയിൻ്റുമായിട്ട് ഏറ്റവും അവസാനം നിൽക്കുന്ന ഷിജു ആണ്. അതിന് തൊട്ട് മുകളിലായിട്ട് 9ാം സ്ഥാനത്ത് നിൽക്കുന്നത് അഖിൽ മാരാരാണ് കേട്ടോ. അഖിൽ മാരാര ആദ്യത്തെ 2 ടാസ്കിലും ഓരോ പോയിന്റ് വീതമാണ് കിട്ടിയിട്ടുള്ളത്. പിടിവള്ളി ടാസ്കിലും കുതിരപ്പന്തയം ടാസ്കിലും ഓരോ പോയിന്റ് വീതമാണ്. പിന്നെ പൂൾ ടാസ്കിലാണ് അഖിൽ ഒന്നാമതെത്തിയിട്ട് 10 പോയിന്റ് നേടി 1ാം സ്ഥാനത്തേക്ക് വന്നത്. അടുത്ത പസിൽ ടാസ്കിൽ 1 പോയിന്റ്, അടുത്ത ടാസ്കിൽ 4, ലാസ്റ്റ് കാർ ടാസ്കിൽ 3 പോയിന്റ്. അങ്ങനെ 20 പോയിന്റാണ് അഖിൽ മാരാർ ടോട്ടലി നേടിയിട്ടുള്ളത്. 8ാം സ്ഥാനത്തുള്ളത് മിഥുനാണ് കേട്ടോ. മിഥുന് പോയിന്റ് ലഭിച്ചിട്ടുള്ളത് ആദ്യത്തെ ടാസ്കിൽ 6 പോയിന്റ്, രണ്ടാമത്തെ ടാസ്കിൽ 3 പോയിന്റ്, പിന്നെ 8 പോയിന്റ് അടുത്ത ടാസ്കിൽ. ആ പസിൽ ടാസ്കിൽ 1 പോയിന്റ്, അടുത്ത ടാസ്കിൽ 0 ആണ്. പിന്നെ ലാസ്റ്റിലെ കാർ ടാസ്കിൽ 4 പോയിന്റ്. അങ്ങനെ മൊത്തം 22 പോയിന്റുമായിട്ട് മിഥുൻ 8ാം സ്ഥാനത്താണ് കേട്ടോ. പിന്നെ അതിന് മുകളിൽ 7ാം സ്ഥാനത്തുള്ളത് റെനീഷയാണ്. റെനീഷയ്ക്ക് ആദ്യത്തെ ടാസ്കിൽ 2 പോയിന്റ്, അതായത് പിടിവള്ളി ടാസ്കിൽ 2 പോയിന്റ്. തൊട്ടടുത്ത ടാസ്കിൽ കുതിരപ്പന്തയം 7 പോയിന്റ്, അത് കഴിഞ്ഞിട്ടുള്ള ടാസ്കിൽ 4 പോയിന്റ്, തൊട്ടടുത്ത ടാസ്കിൽ 1 പോയിന്റ്, പിന്നെ 4 പോയിന്റ്, ലാസ്റ്റ് കാർ ടാസ്കിൽ 5 പോയിന്റ്. അങ്ങനെ മൊത്തം 23 പോയിന്റാണ് ഉള്ളത്. തൊട്ട് മുകളിൽ വിഷ്ണു ആണ് കേട്ടോ. വിഷ്ണുവിനും ജുനൈസിനും ഒരേ പോയിന്റാണ്, 26 വീതമാണ് പോയിന്റ് ഉള്ളത്. വിഷ്ണു ആദ്യത്തെ ടാസ്കിൽ 3 പോയിന്റ്, രണ്ടാമത്തെ ടാസ്കിൽ 4 പോയിന്റ്, മൂന്നാമത്തതിൽ 3 പോയിന്റ്, ആ പസിൽ ടാസ്കിൽ 10 പോയിന്റ്, തൊട്ടടുത്തതിൽ 4, പിന്നെ ഏറ്റവും ലാസ്റ്റ് കാർ ടാസ്കിൽ 2 പോയിന്റ്. അങ്ങനെ മൊത്തം 26 പോയിന്റാണ് വിഷ്ണുവിന് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, ജുനൈസിനും വിഷ്ണുവിനും ഒരേ പോയിന്റാണ്. പിന്നെ സ്ഥാനങ്ങൾ നിർണ്ണയിക്കുന്നത് പേരിൻ്റെ ആൽഫബറ്റിക് ഓർഡറിലായതുകൊണ്ട് വിഷ്ണു ജുനൈസിൻ്റെ തൊട്ട് താഴെ എന്നുള്ള രീതിയിലാണ് ബോർഡിൽ കാണിച്ചിട്ടുള്ളത്. അതേപോലെ ജുനൈസിന് കിട്ടിയ പോയിന്റ് 26 പോയിന്റ് എങ്ങനെയൊക്കെയാണ് കിട്ടിയിട്ടുള്ളത് എന്ന് നോക്കാം. ആദ്യത്തെ ടാസ്കിൽ പിടിവള്ളി എന്ന് പറയുന്ന ടാസ്കിൽ 5 പോയിന്റാണ് ജുനൈസിനുള്ളത്. തൊട്ടടുത്ത ടാസ്ക് നമ്മുടെ കുതിരപ്പന്തയം ടാസ്കിലും ജുനൈസിന് കിട്ടിയിട്ടുള്ളത് 5 പോയിന്റ് തന്നെയാണ് കേട്ടോ. തൊട്ടടുത്ത ടാസ്ക് അതിലും നമുക്ക് ജുനൈസ് 5 പോയിന്റ് തന്നെ കിട്ടിയിട്ടുള്ളതെന്ന് കാണാം. ആദ്യത്തെ 3 ടാസ്കിൽ 5 പോയിന്റ് വീതമാണ് ജുനൈസിന് ലഭിച്ചിട്ടുള്ളത്. അതായത് നമ്മുടെ പൂൾ ടാസ്ക് കേട്ടോ. പൂൾ ടാസ്കിൽ ജുനൈസിന് 5 പോയിന്റ്. തൊട്ട് അടുത്ത ടാസ്ക് നമ്മുടെ പസിൽ ടാസ്ക്, അതിൽ 1 പോയിന്റാണ്. അതായത് ടൈം കഴിഞ്ഞതിന് ശേഷമാണ് 10 പോയിന്റ് ലഭിക്കുന്ന ടൈം കഴിഞ്ഞതിന് ശേഷമാണ് ജുനൈസ് അത് പസിൽ പൂർത്തിയാക്കിയത് എന്നുള്ളതുകൊണ്ട് 1 പോയിന്റ്. അത് കഴിഞ്ഞിട്ടുള്ള തൊട്ടടുത്ത ടാസ്കിൽ 3 പോയിന്റ്. പിന്നെ നമ്മുടെ അവസാനം നമ്മുടെ അറുബോറൻ ടാസ്ക് എന്നറിയപ്പെട്ട കാർണിവൽ ടാസ്കിൽ 7 പോയിന്റാണ് ജുനൈസിന് ലഭിച്ചിട്ടുള്ളത്. അങ്ങനെ മൊത്തം 26 പോയിന്റ് കേട്ടോ. അതിന് മുകളിലുള്ള ശോഭയാണ്. ശോഭയ്ക്ക് ആദ്യത്തെ 2 ടാസ്കുകളിലും 8 പോയിന്റ് വീതമാണ് ലഭിച്ചിട്ടുള്ളത്. പിടിവള്ളി ടാസ്കിലും അതേപോലെ തന്നെ നമ്മുടെ കുതിരപ്പന്തയം ടാസ്കിൽ 8 പോയിന്റ് വീതമാണ്. പിന്നെ തൊട്ടടുത്ത ടാസ്കിൽ ഏറ്റവും അവസാനമായിട്ട് പോയിന്റ് കിട്ടിയത് ശോഭ 1 പോയിന്റോടുകൂടെ.
പിന്നെ അതിനടുത്തുള്ള ടാസ്കിൽ പസിൽ ടാസ്കിൽ അതും 1 പോയിൻ്റാണ്. പിന്നെ തൊട്ടടുത്ത ടാസ്കിൽ 4 പോയിൻ്റ്. ഏറ്റവും അവസാനത്തെ കാർ ടാസ്കിൽ നമ്മളെല്ലാവരും കണ്ടതാണ്, 10 പോയിൻ്റ് കിട്ടിയേ അടങ്ങൂ, ഞാൻ 2 ദിവസം ഇരിക്കണമെങ്കിൽ ഇരിക്കാം എന്ന് വാശി പിടിച്ച് ജയിച്ച് വന്ന ശോഭ 10 പോയിൻ്റ്. അങ്ങനെ മൊത്തം ശോഭയ്ക്ക് 32 പോയിൻ്റായിട്ട് 4-ാം സ്ഥാനത്താണ് നിൽക്കുന്നത് കേട്ടോ. 3-ാം സ്ഥാനത്തുള്ളത് റിനോഷാണ്. റിനോഷിന് ആദ്യത്തെ ടാസ്കിൽ 7 പോയിൻ്റ്, തൊട്ടടുത്ത ടാസ്കിൽ 9 പോയിൻ്റ്, അടുത്ത ടാസ്കിൽ 6 പോയിൻ്റ്, പിന്നെ നമ്മുടെ പസിൽ ടാസ്കിൽ 1 പോയിൻ്റ്, തൊട്ടടുത്ത ടാസ്കിൽ 4, പിന്നെ അവസാനത്തെ ആ കാർ ടാസ്കിൽ അനങ്ങാതെ അത്രയും നേരം ഇരുന്ന ജുനൈസിനെ ഒന്ന് സമ്മതിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടൊരു 6 പോയിൻ്റ്, മൊത്തം 33 പോയിൻ്റ് റിനോഷ് നേടിയിട്ട് 3-ാം സ്ഥാനത്താണ്. 2-ാം സ്ഥാനത്തുള്ളത് സെറീനയാണ് കേട്ടോ. സെറീനയ്ക്ക് ആദ്യത്തെ ടാസ്കിൽ 10 പോയിൻ്റാണ്. നമ്മൾ കണ്ടതാണ് സെറീനയും അതേപോലെ നാദിറയും ആ ഒരു പിടിവള്ളി ടാസ്കിൽ അവസാനം പിടിച്ചു നിൽക്കുന്നതും എല്ലാം നമ്മൾ കണ്ടതാണ്. ആദ്യത്തെ ടാസ്കിൽ, അതായത് പിടിവള്ളി ടാസ്കിൽ 10 പോയിൻ്റാണ് സെറീനയ്ക്കുള്ളത്. അടുത്ത ടാസ്കിൽ 2 പോയിൻ്റ്, അതായത് നമ്മുടെ കുതിരപ്പന്തയം ടാസ്കിൽ 6 പോയിൻ്റ്. രണ്ടാമത്തെ ടാസ്കിൽ 6 പോയിൻ്റ്. മൂന്നാമത്തെ ടാസ്കിൽ 2 പോയിൻ്റാണ് സെറീന നേടിയിട്ടുള്ളത്. തൊട്ടടുത്ത ടാസ്കിൽ സെറീനയാണ് ആദ്യം ഫിനിഷ് ചെയ്തത്, 10 പോയിൻ്റ്. നമ്മുടെ പസിൽ ടാസ്ക് കേട്ടോ, പസിൽ ടാസ്ക് ഏറ്റവും ആദ്യം കംപ്ലീറ്റ് ചെയ്തത് സെറീനയാണ്. 10 പോയിൻ്റ് ആ ടാസ്കിൽ നേടിയിട്ടുണ്ട്. തൊട്ടടുത്ത ടാസ്കിൽ 2 പോയിൻ്റ്. പിന്നെ ഏറ്റവും അവസാനത്തെ കാർ ടാസ്കിൽ 8 പോയിൻറ്റുമായിട്ട് സെറീന ഫിനിഷ് ചെയ്തത്. നമ്മൾ കണ്ടാണ് കാർ ടാസ്കിൻ്റെ അവസാനം എല്ലാവരും കൂടെ ചർച്ച ചെയ്തിട്ട് എങ്ങനെയൊക്കെയാണ് ആരൊക്കെയാണ് ഇറങ്ങേണ്ടത് എന്നുള്ള ഇത് ചർച്ച ചെയ്തിട്ട് അങ്ങനെ ഓരോ സ്ഥാനം കൊടുത്തിട്ട് ഇറങ്ങിയതാണ്. അങ്ങനെ 8 പോയിൻ്റ് ആ ഒരു കാർ ടാസ്കിൽ നേടി 38 പോയിൻ്റാണ് സെറീനയ്ക്കുള്ളത്. സെറീന 2-ാം സ്ഥാനത്താണ്. പിന്നെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന സെറീനയുടെ തൊട്ട് മുകളിൽ 38 പോയിൻ്റ് എന്നുള്ളത് 52 പോയിൻ്റായിട്ട് നാദിറ നിൽക്കുന്നു കേട്ടോ. ഒരുപാട് പോയിൻ്റ് വ്യത്യാസത്തിലാണ് നാദിറ മുന്നിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏകദേശം നമുക്ക് ഉറപ്പിക്കാം നാദിറ തന്നെയാണ് ടിക്കറ്റ് ടു ഫിനാലെ വിജയിച്ചിട്ടുള്ളത് എന്നുള്ളത്. ഇപ്പോൾ ലൈവിൽ ബ്ലൈൻഡ്സ് ഇടുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും അകത്തിരിക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഇന്ന് ടാസ്കുകൾ ഉണ്ടാവും. ഇനി 1-2 ടാസ്കുകൾ ഉണ്ടെങ്കിലും നാദിറ ആ ടിക്കറ്റ് ഫിനാലെ ഉറപ്പിച്ച് തന്നെയാണ്. നാദിറയുടെ പോയിൻ്റ് പറയാം. ആദ്യത്തെ ടാസ്കിൽ 9 പോയിൻ്റ്, അടുത്തതിൽ 10. നമ്മുടെ കുതിരപ്പന്തയം ടാസ്കിൽ നമ്മൾ കണ്ടതാണ് 10 പോയിൻ്റ്. തൊട്ടടുത്ത് വീണ്ടും 9 പോയിൻ്റ്. അടുത്ത ടാസ്കിൽ വീണ്ടും 10 പോയിൻ്റ്, പിന്നെ 5 പോയിൻ്റ്. അവസാനത്തെ കാർ ടാസ്കിൽ 9 പോയിൻ്റ്. അങ്ങനെയാണ് നാദിറയുടെ ആ ഒരു പോയിൻ്റ് ഉള്ളത്. മൊത്തം 52 പോയിൻ്റ് കേട്ടോ. മൊത്തം 52 പോയിൻ്റായിട്ട് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് നാദിറയാണ്. ടിക്കറ്റ് ടു ഫിനാലെ എന്ന് പറയുന്ന ആ ഒരു ടാസ്കുകളിൽ, ഇതുവരെയുള്ള ടാസ്കുകളിലെല്ലാം തന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു എഫേർട്ട് എടുത്ത് ജയിക്കണം എന്നുള്ള ആ ഒരു ഉറച്ച തീരുമാനത്തോടു കൂടെ മത്സരിച്ച് ജയിച്ച് വന്ന ആൾ തന്നെയാണ് നാദിറ. എന്തുകൊണ്ടും നാദിറയ്ക്ക് ആ ടിക്കറ്റ് ടു ഫിനാലെ എന്ന് പറയുന്ന ആ ഒരു അംഗീകാരം ലഭിക്കേണ്ടത് തന്നെയാണ്. ഈ ആഴ്ചയിൽ ഔട്ടായി പോയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും നാദിറ ഫൈനലിൽ വരട്ടെ. നാദിറ കപ്പ് ഉയർത്തുകയാണെങ്കിൽ അത് ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ഒരു നാഴികക്കല്ല് എന്ന് പറയാവുന്ന രീതിയിലേക്ക് മാറും. അതിന് സാധിക്കട്ടെ നാദിറയ്ക്ക് എന്ന് ആശംസിക്കുന്നു.